നെടുമ്പാശ്ശേരിയിലെ ഐവിൻ ജിജോയുടെ കൊലപാതകത്തിൽ പ്രതിയായ CISF ഉദ്യോഗസ്ഥൻ മോഹൻകുമാറിന്റെ മൊഴിയിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അത് പുറത്തു വന്നിരിക്കുന്നു. കാർ തട്ടിയത് ഐവിൻ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കയ്യേറ്റം ചെയ്തത്. ഐവിൻ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതാണ് പ്രകോപന കാരണമെന്നും നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമോ എന്ന് ഭയന്നാണ് ഓടി രക്ഷപ്പെട്ടതെന്നും മോഹൻകുമാറിന്റെ മൊഴിയിലുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് റൂറൽ SP M ഹേമലത പറഞ്ഞു. പ്രതികൾ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പ്രകോപന കാരണം വ്യക്തമായിട്ടില്ല എന്നും റൂറൽ SP വ്യക്തമാക്കുന്നു. നമുക്ക് ഇതുവരെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷനൊന്നും വ്യക്തമായിട്ടില്ല. വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. പ്രതികളുടെ മൊഴിയിൽ നിന്ന് അവരുടെ ആക്ച്വലി ഇന്നാണോ അവരെ മെഡിക്കലിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. സോ അവർ പ്രോപ്പറായിട്ട് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരെ കോടതിയിലാക്കും. പിന്നീടാണ് നമ്മൾ അവരുടെ ഇന്നലെയാണ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടൊന്നുമില്ല. ഇനി ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്യാനുണ്ട്. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതുവരെ? അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്കതിന് വ്യക്തമായിട്ടില്ല. പക്ഷെ നമുക്ക് അതിനായിട്ടുള്ള തെളിവുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കുന്നു. പിന്നെ ആ തെളിവുകളെല്ലാം നമ്മൾ നിയമപ്രകാരം എവിഡൻസ് ആയിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഐവിനെ മർദ്ദിച്ചു എന്നുള്ളതിനാണോ തെളിവ് കിട്ടിയിരിക്കുന്നത്? അതിന് തെളിവുകൾ നമുക്കിനും എല്ലാ തെളിവുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വ്യക്തമായിട്ടില്ല. അല്ല, അത് നമ്മൾ ഇത്രയും ഏർലി ടു കൺക്ലൂഡ് അല്ലേ. ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷം വിവരങ്ങളുമായി ലെബി സജീന്ദ്രനാണ് ചേരുന്നത്. ലെബി, ഏറെ വൈകാരികമായിരുന്നു അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞെട്ടലിൽ നിന്ന കുടുംബം, നാട്ടുകാർ ഒന്നും തന്നെ ഇനിയും മുക്തരായിട്ടില്ല. പക്ഷേ ഈ CISF ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ നിന്ന് വരുന്നത് ഒരു വാഹനം ഉരസിയതിലെ തർക്കം ഒരു നിസ്സാര പ്രശ്നമാണ് വലിയൊരു പ്രകോപനത്തിലേക്ക് വഴിയൊരുക്കുകയും വാക്കുതർക്കത്തിനൊടുവിൽ ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നതല്ലേ? തീർച്ചയായും വിനിത, ഒരു വാക്ക് തർക്കത്തിൽ തുടർന്ന് ആ 24-കാരനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഞെട്ടലോട് കൂടി മാത്രമേ ഈ സംഭവത്തെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, കേട്ട് കേൾവിയില്ലാത്ത ഈ ക്രൂരത നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ആ മൊഴികളൊക്കെ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, ഇതിനോട് ഇപ്പോൾ റൂറൽ SP M ഹേമലത പ്രതികരിച്ചിരിക്കുന്നത്. CISFകാർക്കെതിരെയുള്ള പരാതികൾ ഇന്നലെ മുതൽ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് വിനീത. അതാണ് മറ്റൊരു കാരണം. ഈ ഐവിന്റെ വാർത്ത വന്നതിന് പിന്നാലെയാണ് CISFകാർക്കെതിരെ ഒരു പരാതി പറയാൻ പോലും ഈ നാട്ടുകാർക്ക് ധൈര്യം വന്നത്. അത് സമാനമായ രീതിയിൽ പല അപകടങ്ങളും അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. CISFകാർ അവർ റോങ് സൈഡ് വന്ന് ഇടിച്ചിട്ട് പോയാൽ പോലും അവരെ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ ക്ഷുഭിതരായി അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകുന്നു. ഇത്തരത്തിൽ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ചുകൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു പറ്റം CISF ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് എന്നുള്ള പ്രതികരണമാണ് ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടാണ് ഇപ്പോൾ റൂറൽ SP പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാതികൾ നേരത്തെ ഉയർന്നു വന്നിരുന്നില്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്നുള്ള പ്രതികരണമാണ് അവർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഐവിനെ കൊലപ്പെടുത്തിയ 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ ധാരാളം ശേഖരിച്ചു കഴിഞ്ഞു. എന്നാൽ മർദ്ദനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അത് മാത്രമല്ല, എന്താണ് കൃത്യമായ പ്രകോപന കാരണം എന്നുള്ള കാര്യമൊക്കെ അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ ഇരിക്കുന്നതുകൊണ്ട് വെളിപ്പെടുത്താനാകില്ല. എങ്കിലും അന്വേഷണം ഗൗരവത്തോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള പ്രതികരണമാണ് റൂറൽ SPയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിനീത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വ്യാപകമായ പരാതികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. CISFകാർ ഇത്തരത്തിൽ വിമാനത്താവളത്തിന് പുറത്തുള്ള യാത്രക്കാരോട് വളരെ മോശമായി പെരുമാറുന്നുണ്ട്. അതുകൂടാതെ ഇവർ താമസിക്കുന്ന ഭാഗങ്ങളിലേക്ക്, വാടകയ്ക്ക് താമസിക്കുന്ന ഭാഗങ്ങളാണ് ചുറ്റുമുള്ളത്, അവിടെയൊക്കെ വളരെ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നു. വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളോട് വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങി നിരവധി പരാതികളാണ് CISF ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടാണ് ഇപ്പോൾ റൂറൽ SP പ്രതികരിച്ചിരിക്കുന്നത്. വിനീത, ശരി, പരിശോധിക്കപ്പെടേണ്ടുന്ന വിഷയം തന്നെയാണ്. ഇനി ഇത്തരത്തിലൊരു അതിക്രമം ആവർത്തിച്ചുകൂടാ എന്നത് തന്നെയാണ് അതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകുന്നത്.